നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോടാ? നിനക്ക് ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം നിനക്ക് ചെയ്യാൻ പറ്റുമോടാ? എടാ കൃഷിക്കാരാ. ഇതാണ് ഇന്ന് ശരത്ത്, നമ്മുടെ അപ്പാണി ശരത്ത് നമ്മുടെ അനീഷിനെ വിളിച്ചത്. ശ്രദ്ധിച്ചോ നിങ്ങൾ? കൃഷിക്കാര. അതായത് കൃത്യമായിട്ട് കൃഷിക്കാരെന്ന് പറയുന്നത് എന്തോ ലോ ലെവലിൽ നിൽക്കുന്ന രീതിയിലുള്ള ഇന്റൻഷൻ, ക്ലിയർ ആൻഡ് ക്രിസ്പ് ഇന്റൻഷൻ വെച്ചുകൊണ്ട് അനീഷിനെ വിളിച്ച വിളിയാണ് ഈ ശരത്ത്. ഇത് ശരിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഈ 3 നേരം ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ഓരോ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഓരോ അരിമണിയും ആരുടെ കഷ്ടപ്പാടിൽ നിന്നുള്ളതാണ്? തീർച്ചയായിട്ടും ഈ കൃഷിക്കാരുടെ കഷ്ടപ്പാടിൽ നിന്നുള്ളതാണ്, അല്ലേ? നമ്മൾ കഴിക്കുന്ന പച്ചക്കറി ആയിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസ് ആയിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന എന്ത് സാധനത്തിലാണെങ്കിലും ആരുടെ അധ്വാനമുണ്ട്? കൃഷിക്കാരുടെ അധ്വാനമുണ്ട്. എന്തിനാണ് ഈ അപ്പാണി ശരത്തിന് കൃഷിക്കാരോട് ഇത്ര ഒരു വെറുപ്പ്? ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാണ്ട് വന്നൊരു വെറുപ്പ്. പുള്ളി ഭയങ്കര സിനിമ ആക്ട്രസ് ആണ്, സോ ഭയങ്കര ആക്ടറാണ്, സോ പുള്ളി ഭയങ്കര എന്തോ സംഭവമാണെന്നുള്ള രീതിയിലാണ് ഈ ഡയലോഗ് അടിച്ചത്. വളരെ മോശമായി അപ്പാണി ശരത്തെ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്താണ് വിഷയം എന്നുള്ളതും എന്താണ് ഇന്ന് മൊത്തത്തിൽ നടന്നെന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും വേണം. ഇന്ന് രാവിലെ മുതൽ വീട്ടിൽ ആകെ പ്രശ്നമായിരുന്നു. ആക്ച്വലി കിച്ചണിലെ പാത്രങ്ങളൊന്നും കഴുകുന്നില്ല എന്നും പറഞ്ഞുള്ള പ്രശ്നങ്ങൾ ആയിരുന്നു തുടങ്ങിയത്. ഷാനവാസ് പോയി രനയോടൊക്കെ ചോദിക്കുകയും അവിടെ നിന്നാണ് ഈ സംഭവം തുടങ്ങുന്നത്. സംഭവം അപ്പോഴത്തേക്ക് ടേബിളിലിരുന്ന് ശരത്തും അനീഷൊക്കെ ഭക്ഷണം കഴിക്കുക, ശരത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോഴത്തേക്ക് അവിടെ ടേബിളിൽ പഞ്ചസാര ഇങ്ങനെ വിതറി കിടപ്പുണ്ട്, പഞ്ചസാരയും കണ്ട് വിതറി കിടപ്പുണ്ട്. ശരത്ത് ഉടനെ അനീഷിനോട്, എടാ കിച്ചൺ ക്യാപ്റ്റൻ, നീ എന്തുവാടാ കാണിക്കുന്നത്? നീ ഇവിടെ മൊത്തം പഞ്ചസാരയും മാറിയിട്ട് നീ ഇവിടുത്തെ ക്യാപ്റ്റനാണ്, ഇവിടെ മൊത്തം നശിപ്പിച്ചെടുക്കണം, ഇവിടെ മുളകുപൊടി ഇട്ടേക്കാണ്, മല്ലിപ്പൊടി ഇട്ടേക്കാണ്, അതാണ് ഇതാണ് മറ്റതാണെന്നും പറഞ്ഞ് അനീഷിനോട്. ഈ പുള്ളിക്കാരൻ അനീഷിന് തീരെ കണ്ണെടുത്ത് കണ്ടിട്ടുണ്ടെന്നുള്ളത് ആദ്യ ദിവസം മുതൽ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഫുൾ ഫയർ ആയിരുന്നു സംഭവം. അനീഷ് അതിൽ നിരപരാധി കേട്ടോ. അനീഷ് അല്ല അവിടെ പഞ്ചസാര ഇട്ടത്. ഗിസേലിന്റെ കയ്യിൽ നിന്ന് ദോശ ഉണ്ടാക്കിയ സമയത്തുണ്ടായ പഞ്ചസാര വീഴലാണ്. അല്ലാതെ അനീഷിന് അതിൽ ഒരു പങ്കുമില്ല. അനീഷ് അപ്പം മുതൽ പറയുന്നു, എടാ എനിക്കിതിൽ പങ്കില്ല, ഞാനല്ല ഇട്ടത്. അതിൻ്റെ ഇടയിൽ കൂടെ ബിൻസി നൈസായിട്ട് ബിൻസിയും പറയുന്നുണ്ട്, ചേട്ടാ അത് അനീഷ് അല്ല, ചേട്ടനല്ല ഗിസയിലാണ് ഇട്ടത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബിൻസിക്കുള്ള നോർമൽ രീതിയിലല്ല പറയുന്നത്, ഇവര് ചാടിക്കടിക്കുന്നുണ്ട്, അതങ്ങ് തുടരട്ടെ എന്നുള്ള രീതിയിലായിരിക്കും, ഒരു പയ്യെ പതുക്കിയായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ബിൻസി പറയുന്നത്. ശരത്ത് ഇതും പിടിച്ച് ഏറ്റുപിടിക്കുന്നു. അവിടെ ഉടനെ ഷാനവാസ് നിൽക്കുകയാണ്, ഷാനവാസും ഏറ്റുപിടിക്കുന്നുണ്ട്. ഷാനവാസും അതായത് വെസലിൽ അടി നടക്കുന്നുണ്ടായിരുന്നല്ലോ, അപ്പൊ അനീഷ് ഓൾറെഡി അതിൽ ഇടപെടുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താ കഴിവിയാലും വെസലിൽ കഴിവിയാലും ഫുൾ ടൈം വെള്ളം ഉണ്ടല്ലോ, നിങ്ങൾക്ക് കഴിവിയാലെന്നും പറഞ്ഞിട്ട് അനീഷും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ അനീഷ് ഇവനോട് പറഞ്ഞു, ശരത്തിനോട് പറഞ്ഞു, കേട്ടോണേ, ശരത്തിനോട് പറഞ്ഞു, നീ കൂടുതൽ നാടകം കളിക്കുന്നു വേണ്ടടാ എന്ന് പറഞ്ഞു. ഉടനെ ഷാനവാസ് അവിടുന്ന്, എടാ നീ ആർട്ടിസ്റ്റുകളോട് പറഞ്ഞോടാ, നിങ്ങൾ നമ്മുടെ നാടകക്കാരെ പറഞ്ഞോ, നിങ്ങൾ നാടകക്കാരെ നീ ആക്രമിക്കാൻ ശ്രമിച്ചോ എന്നും പറഞ്ഞിട്ട് ഷാനവാസ് തുടങ്ങി. ഉടനെ അപ്പാണി ശരത്ത് ചാടി ഇറങ്ങുന്നു, ഡാ നീ എന്തോടാ കാണിച്ചത്, നീ ഞങ്ങൾ ആക്ടേഴ്സിനെ പറയാറായ, നീ ആരെയാ, നീ മറ്റതാണോ മറിച്ചതാണോ എന്നും പറഞ്ഞിട്ട് നാടകക്കാരെ ഇൻസൾട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ ഈ പുള്ളിക്കാരൻ്റെ ഈ ഡയലോഗിനെ മാനിപ്പുലേറ്റ് ചെയ്തെടുത്തവര്. അതിൽ മെയിൻലി ഷാനവാസാണ് തുടങ്ങിയത്, മെയിൻലി ചെയ്തത് ശരത്താണ്. ഇതിൽ പിടിച്ചുകൊണ്ട് ശരത്ത് പിന്നെ ഇവന്റെ നമ്മുടെ അനീഷിന്റെ പുറകെ നടന്നുള്ള ഇൻസൾട്ടിങ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ വെസൽ നടക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ പുറകെ പോയി അനീഷ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, പുള്ളിക്കാരൻ പുറകെ പോയി പ്രൊവോക്ക് ചെയ്യാണ് സംഭവം. അതിനിടയിലാണ് പുള്ളിക്കാരനൊക്കെ പോയി ചോദിക്കുന്നത്, എടാ നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോടാ? ഞങ്ങൾ ചെയ്യുന്ന കണക്ക്, ഞങ്ങൾ നാടകക്കാർ, ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന കണക്ക് നിനക്ക് ഒരു ചെയ്യാൻ പറ്റൂടാ? നീ ആണോ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ വരുന്നത്? എടാ കൃഷിക്കാരാ ഇങ്ങനെ വിളിച്ചത്, എടാ കൃഷിക്കാരാ. ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നത്? തീർച്ചയായിട്ടും ഇൻസൾട്ടിങ് ആണ്. കൃഷിക്കാർക്കെതിരെയുള്ള ഇൻസൾട്ടിങ് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ അത് ചെയ്യുന്നത് മാത്രം നമ്മുടെ കൃഷിക്കാർക്ക്. കാരണം ഞാൻ അരിഹാരം കഴിക്കുന്ന മനുഷ്യനാണ്, ഞാൻ ഇവരുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ആളാണ്. സോ എനിക്ക് തീർച്ചയായിട്ടും ഇതിൽ വികാരമുണ്ട്. സോ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരൊറ്റ വീഡിയോ ഞാൻ അപ്പാണി ശരത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. വളരെ വളരെ മോശമായി പോയെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതിനെതിരെ ലാലേട്ടൻ തീർച്ചയായിട്ടും നടപടി എടുക്കണം. ശരത്തിനെതിരെ ഓരോ ഫാമേഴ്സിനും വേണ്ടിയിട്ട് ലാലേട്ടൻ സംസാരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എനിക്ക് അറിയത്തില്ല, നമ്മുടെ ഷോയിൽ വരുമ്പോഴത്തേക്ക്, ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് ഈ കണ്ടന്റ് എടുത്ത് ഇടുവോ അതോ എഡിറ്റ് ചെയ്ത് കളയുമെന്ന് എനിക്ക് അറിയത്തില്ല. എഡിറ്റ് ചെയ്ത് കളഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ അതിൻ്റെ ക്ലിപ്പ് ഉണ്ട്, ഞാൻ ഉറപ്പായിട്ടും ഷോർട്സ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തരാം.
പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ ഹൗസിൽ മറ്റേ ഇതിനിടയിൽ തന്നെ നമ്മുടെ മറ്റേ വിഷയം നടക്കുന്നു. വെസൽസ് ക്ലീൻ ചെയ്യുന്നതിൽ അനീഷ് പറയുന്നുണ്ട് രാവിലെ മുതൽ വെള്ളമുണ്ട്, അവർ പറയുന്നു വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് കഴുകാത്തത്. അതിനിടയിൽ നെവിൻ ഏറ്റുപിടിക്കുന്നു. നെവിൻ പറയുന്നത് ഞാനാണ് വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ, സോ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ കഴുകും, നീ ഇടപെടണ്ട എന്നുള്ള രീതിയിൽ നമ്മുടെ നെവിന്റെ ഒരു ആക്ട് അറിയാമല്ലോ. സോ ആ രീതിയിൽ പറയുന്നു. അനീഷ് അത് പ്രശ്നം ഉണ്ടാക്കുന്നു. അനീഷ് പറയുന്നത് ക്യാപ്റ്റനെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാണ്, ഷാനവാസിനെ കുറ്റം പറയുന്നു. ഇങ്ങനെ ചടപൊടലം ആകെ മൊത്തം ബഹളമായിരുന്നു ഇന്നത്തെ കിച്ചൺ എന്ന് പറയുന്നത്. രാവിലെ മുതൽ ഒരു ടാസ്ക് തുടങ്ങുന്നവരെ കംപ്ലീറ്റ് അടിയോടടിയായിരുന്നു. പക്ഷേ മെയിൻലി ഇത് പറഞ്ഞത് നമ്മുടെ അപ്പാണി ശരത്ത് പറയാൻ ഒരിക്കലും പാടില്ലാത്ത, നമ്മുടെ ഫാമേഴ്സിനെയും നമ്മുടെ ഇവരൊക്കെ റെസ്പെക്ട് ചെയ്യേണ്ട ആണ്. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ, ഏഷ്യനെറ്റ് പോലൊരു പ്ലാറ്റ്ഫോമിൽ 3-3.5 കോടി ജനങ്ങൾ കാണുന്ന ഒരു ഷോയിൽ വന്നിട്ട് അപ്പാണി ശരത്ത് ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. തെറ്റാണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ടാസ്ക് നടന്നായിരുന്നു. ടാസ്കിൽ നടന്ന ടാസ്കിന്റെ വിവരങ്ങളൊക്കെ ഞാൻ കൂടുതൽ വീഡിയോ കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം പറയാം. ഇപ്പം ഈ ഒരു കണ്ടന്റ് മാത്രം മതി എനിക്ക് ഈ വീഡിയോയിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഫാമേഴ്സിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതിന് തുല്യമായി പോകും. സോ മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ലൈക്ക് ചെയ്യും, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യും വേണം. അപ്പം വീഡിയോ ചെയ്തതിന് ശേഷം കാണാം, അതായത് നമ്മുടെ എപ്പിസോഡിൽ വന്നതിന് ശേഷം ഞാൻ വീഡിയോ ചെയ്തിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ സന്ധിക്കും വരെ വണക്കം, ബൈ.